ഞാൻ ഇന്നലെ യൂട്യൂബിൽ വീഡിയോ കണ്ടുകൊണ്ട് നിൽക്കുന്നതിനിടയിൽ യാദൃശികമായിട്ട് ഒരു സ്ത്രീയുടെ വീഡിയോ കാണാനിടയുണ്ടായി. സ്ത്രീ എന്ന് പറയാൻ പറ്റൂല, ഒരു 53 വയസ്സുള്ള ഒരു കിളവിയാണ്. അയാളുടെ വീഡിയോ കാണാനിടയുണ്ടായി. ആ കിളവി എന്നൊക്കെ വിളിക്കാനുള്ള കാരണം വേറൊന്നല്ല, മനസ്സിലുള്ള വർഗീയത തുപ്പിക്കൊണ്ട് നിൽക്കുകയാണ് ലൈവിൽ. ഒരു ജോസഫലി കെട്ടി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ഏറ്റവും വലിയ ജിഹാദിയാണ് അവൻ. സാധാരണ ഒരാൾ വർഗീയത പറയുമ്പോൾ, അതായത് ശാഖയിലുള്ള ആളുകൾ വർഗീയത പറയുമ്പോൾ വളഞ്ഞുകൊണ്ട് മൂക്ക് പിടിക്കാതാണ് പതിവ്. നേരിട്ട് പറയൂല, വളഞ്ഞുകൊണ്ടും വർഗീയത പറയും. പക്ഷെ ഈ സ്ത്രീ അങ്ങനെയല്ല ചെയ്യുന്നത്. ഡയറക്റ്റ് ആയിട്ട് പച്ചക്ക് വിളിച്ച് പറയാണ് വർഗീയത. എന്തായാലും നമുക്കത് കണ്ടിട്ട് ഒന്ന് റിയാക്ട് ചെയ്യാം. ഇവന്മാരെ തരംതിരിച്ച് മാറ്റി നിർത്തണം. ഇവന്മാരെ തരംതിരിച്ച് കാണണം എന്ന് പറഞ്ഞത് ആരെ കുറിച്ചാണെന്നറിയോ? ഇവിടെ മുസ്ലിംസിനെ കുറിച്ചാണ്. അതായത് അങ്ങനെ ലണ്ടനിലാണ് ഈ പെണ്ണുങ്ങൾ ഉള്ളത്. ഈ പെണ്ണുങ്ങൾ അവിടെ ഇരുന്നിട്ട്, അവിടെ ഇപ്പൊ കലാപം നടന്നുകൊണ്ട് നിൽക്കുകയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അവിടെയുള്ള മുസ്ലിംസ് ഇയാളെ അറ്റാക്ക് ചെയ്യുന്നതാണ് ഇയാള് വെറുതെ ലൈവ് ഇട്ടിട്ട് വന്നിട്ട് വിളിച്ചു പറഞ്ഞത്. ഇവന്മാരെ തരംതിരിച്ച് മാറ്റി നിർത്തണം. ഇതിന്റെ ഒക്കെ മനസ്സിലുള്ള വർഗീയ വിഷനിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എത്ര മാത്രമായിരിക്കുമെന്ന്. സ്വന്തം മതത്തിലുള്ള ആളുകളോട് പറയണം മറ്റൊരു മതത്തിലുള്ള ആളുകളെ നമ്മൾ തരംതിരിച്ച് മാറ്റി നിർത്തണമെന്ന്. അത് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതൊക്കെ ഒരു ചാണക കാറ്റഗറി തന്നെയായിരിക്കുമെന്ന്. ഇതേപോലത്തെ വർഗീയവാദികളൊക്കെ നമ്മുടെ കേരളത്തിൽ തന്നെയാണോ ജനിച്ചത്? അതിനുള്ള ആർജവം നിങ്ങൾ കാണിക്കണം. ഈ തള്ളന്റെ ഒക്കെ മനസ്സിലിരിപ്പ് എന്താണെന്നറിയോ? വ്യത്യസ്ത മതക്കാര് മുഖത്തോട് മുഖം കാണുമ്പോൾ കാർക്കിച്ച് തുപ്പുന്ന കോലത്തിലാവണം. എന്നാലേ ഇവളെ പോലെയുള്ള ചാണകങ്ങൾക്ക് കുറച്ച് സന്തോഷം കിട്ടുള്ളൂ. ഇവളുടെ മനസ്സിലുള്ള വർഗീയതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കട്ടെ. എമ്മാതിരി വർഗീയതാണല്ലേ ഇവിടുത്തെ ഹിന്ദുക്കൾ കാണിക്കണം. ഇവിടെയുള്ള ഹിന്ദുക്കൾ എന്ത് കാണിക്കാന്? ഇവിടെയുള്ള ഹിന്ദുക്കൾക്ക് ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നിങ്ങളെ പോലുള്ള ചാണകങ്ങൾ, ചാണക സംഖ്യകൾ, അവര് ഭക്തന്മാരായിട്ടുള്ള ഹിന്ദുക്കളുടെ മനസ്സിൽ വർഗീയ വിഷം കയറ്റി കൊടുക്കും. പക്ഷെ എന്നിട്ട് അവര് എന്തെങ്കിലുമൊക്കെ ചെയ്യും. അതല്ലേ നിങ്ങളൊക്കെ ആവശ്യം? ഹിന്ദുവിന്റെ പൈസ വേണം. എടാ, ഇതേപോലെയുള്ള 10 എണ്ണം മതി. തമാശ പറഞ്ഞില്ല, 10 എണ്ണം ഉണ്ടെങ്കിലുണ്ടല്ലോ കേരളത്തിലുള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിമരിക്കും. തമാശ പറഞ്ഞല്ല, അമ്മാതിരി വർഗീയവാദിയാണിത്. സത്യം. ഹിന്ദുവിന്റെ പണം വേണം. വേണം. ഹിന്ദുവിന്റെ പണം വേണം. ഹിന്ദുവിന് ടാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഹിന്ദുവിനെ കൊല്ലണം. ഹിന്ദുവിന്റെ പണം വേണം. ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഹിന്ദുവിനെ തന്നെ കൊല്ലണം എന്നല്ലേ പറഞ്ഞത്? എന്റെ പൊന്നോ, ഇത് ഏമാതിരി വർഗീയവാദിയാണല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 2015 തൊട്ട് ഒരു 24 വരെ എത്ര സംഖ്യ മുസ്ലിംസ് എന്ന് കുറഞ്ഞിട്ടുണ്ട്, എത്ര സംഖ്യ ഹിന്ദുക്കളിൽ നിന്ന് കുറഞ്ഞിട്ടുണ്ട് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെയുള്ള റിസൾട്ടാണ് കിട്ടുന്നത്. അമ്മച്ചി, നിങ്ങൾ ആരോടാണ് ഈ വർഗീയത ഇങ്ങനെ തുപ്പിക്കൊടുക്കുന്നത്? മുസ്ലിംസ് ഹിന്ദുക്കളെ കൊല്ലാൻ വേണ്ടിയിട്ട് താക്കം പാത്തു നിൽക്കുകയാണെന്ന് നിങ്ങളെ ചാണകം തിന്നുന്ന ആൾക്കാരോട് പറഞ്ഞു കൊടുത്താൽ ചിലപ്പോൾ അവന്മാർ വിശ്വസിക്കും. പക്ഷെ ബുദ്ധി വരെയുള്ള ഒരാൾ അങ്ങനെ ഒരിക്കലും വിശ്വസിക്കൂല. അതേപോലെ തന്നെ ഇവന്മാരുണ്ടാക്കുന്ന ബിസിനസ് സ്ഥാപനങ്ങളില് നമ്മൾ പോവരുതെന്ന് തീരുമാനിക്കണം. ഇങ്ങനെ പച്ചക്ക് വർഗീയത വിളിച്ച് പറയുന്ന ആരെങ്കിലും ഇപ്പോൾ അടുത്ത് നിങ്ങളെ കണ്ടിട്ടുണ്ടോ? ഞാനെന്തായാലും കണ്ടിട്ടില്ല. അതായത് പറഞ്ഞത് കേട്ടോ, മുസ്ലിംസിന്റെ സ്ഥാപനത്തിൽ നമ്മൾ പോകാൻ പാടില്ല എന്ന് സംഖ്യകളോട് ക്ലാസ് എടുത്ത് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ തന്നെ സംഖ്യകൾ മുസ്ലിംസിന്റെ സ്ഥാപനത്തിൽ പോകാറുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കൂല. നമ്മൾ പോവരുതെന്ന് തീരുമാനിക്കണം. നല്ല രീതിയിൽ ജീവിച്ചു കൊണ്ട് നിൽക്കുന്ന ആളുകളുടെ ഇടയിൽ ഇങ്ങനത്തെ ഒരു 10 വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ കലാപം ഉണ്ടാകാൻ എവിടെയെങ്കിലും പോണോ? എമ്മാതിരി വർഗീയതാണല്ലോ പറഞ്ഞു കൊടുക്കുന്നത്. അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ. ബിസിനസ് സ്ഥാപനങ്ങളില് നമ്മൾ പോവരുതെന്ന് തീരുമാനിക്കണം. മറ്റൊരു മതക്കാരന്റെ സ്ഥാപനത്തിൽ പോകരുത് എന്ന് പറഞ്ഞു കൊടുക്കാൻ കാണിക്കുന്ന മൈൻഡ് സെറ്റ് അതെന്തായാലും നോർമലായിട്ട് ജീവിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവില്ല. പക്ഷെ ചാണകങ്ങൾക്ക് അങ്ങനെയുള്ള മൈൻഡ് സെറ്റ് ഉണ്ടാവും. അതല്ല ഇങ്ങനെ പച്ചക്ക് സോഷ്യൽ മീഡിയയിൽ വന്ന് വിളിച്ച് പറഞ്ഞത്. ഇത് സംഘിണിയാണ്, അല്ലാതെ ഇതൊരു മുസ്ലിം സ്ത്രീ ഒന്നല്ല, ഇത് പച്ച സംഘിണിയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇത് സംഘിണി ആയതുകൊണ്ട് തന്നെയാണ് മനസ്സിലുള്ളത് ഒപ്പുന്നത്. ഇത് ലണ്ടനിലാണ് ഉള്ളത്. ലണ്ടനിൽ ഇരുന്നു കൊണ്ടാണ് ഇങ്ങനെ പച്ച വർഗീയതൊക്കെ പറയുന്നത്. കേരളത്തിലാണെങ്കിൽ കേസും കാര്യങ്ങളൊക്കെ ആവേണ്ട ടൈം കഴിഞ്ഞ്. പക്ഷെ ലണ്ടനിലായതിനെ കൊണ്ട് രക്ഷപ്പെട്ടിട്ട് ഇങ്ങനെ വർഗീയത പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഇന്നലെ ഒരു ലൈവ് കൂടി വേറെ ചെയ്തിട്ടുണ്ട്, അതൊന്ന് കാണാം. വന്നത് എന്താണെന്ന് നിങ്ങൾക്ക് ഞാനിപ്പോ വന്നത് അല്ലേ, വല്ലാത്ത ആൾക്കാർ തന്നെ. സംഖ്യകൾ സംസാരിക്കുന്നവരെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. എന്തെങ്കിലും സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വല്ലാത്തൊരു സൗണ്ട് ഉണ്ടാക്കും. അത് എങ്ങനെ അങ്ങനത്തെ സൗണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നറിയോ? ചാണകം തിന്നുന്നതിനെ കൊണ്ടാണ്. കേട്ടോക്ക് അല്ലേ. അല്ലാതെ നോർമലി ജീവിക്കുന്ന ഒരാൾക്ക് ഇങ്ങനത്തെ സൗണ്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റൂല. അതുകൊണ്ട് പറ. നിങ്ങൾ എല്ലാവരും ഊഹിക്കുന്ന പോലെ തന്നെ ഞാൻ ഇന്ന് ലൈവിൽ വന്നത് പച്ച വർഗീയത തുപ്പാൻ അല്ലേ, അല്ലാതെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയാനൊന്നല്ലല്ലോ. നിങ്ങൾ എന്തായാലും ലൈവിൽ വന്നത് വർഗീയത തുപ്പാൻ തന്നെയാണ്. ഇതേപോലെയുള്ള സംഘിനിമാരൊക്കെ ലൈവ് വരുന്നതിന്റെ മെയിൻ ഉദ്ദേശം. പേടിച്ചിട്ടാണ്. എനിക്ക് പേടി കൊണ്ട് ഇരിക്കാൻ പറ്റുന്നില്ല. പേടിച്ചിട്ടിരിക്കാൻ പറ്റുന്നില്ല എന്നാ? അപ്പൊ നിങ്ങളിപ്പോ ലൈവ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് നിന്നിട്ടാണോ? അല്ലാലോ ഇരുന്നിട്ടല്ലേ? വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് വർഗീയത തുപ്പാൻ ഒരു അവസരം എങ്ങനെയെങ്കിലും പറഞ്ഞിട്ട് ഉണ്ടാക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് പറയാണ് പേടിച്ചിട്ടിരിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ. ഇനിയിപ്പോ ഇവിടുത്തെ അമ്പലത്തിലെങ്ങാനും വന്നിട്ട് ആരെങ്കിലും കെട്ടിത്തൂക്കി കൊന്നു കഴിഞ്ഞാല് ജീവൻ പോയില്ലേ, ജീവിതം പോയില്ലേ. അപ്പോ ആ പേടിയിലാണ് എനിക്ക് നിങ്ങളോടൊക്കെ ഒന്ന് കൂട്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. എല്ലാവരും കൂട്ടുപിടിക്കാനാണ് വന്നത്. ഏത് കാറ്റഗറിയിലുള്ള ആളാണ് കൂട്ടുകൂടേണ്ടതെന്നറിയോ? മറ്റേ സംഖ്യകളായിരിക്കും. അല്ലാതെ നോർമലായിട്ട് നിൽക്കുന്ന മറ്റൊരു മതക്കാരൻ ഇവരോട് കൂട്ടുകൂടിയിട്ട് ഇവർക്ക് യാതൊരുവിധ കാര്യമില്ല. കാരണം പറയുന്ന വർഗീയത അവർക്ക് വർഗീയതായിട്ട് തോന്നും. സംഖ്യകളാണെങ്കിൽ അവർക്ക് കോച്ചിങ് പോലെ തോന്നുള്ളൂ. എല്ലാവരും അപ്പൊ സംഖ്യകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ലൈവ് ഇട്ടത്. പക്ഷെ ഇത് സോഷ്യൽ മീഡിയ അല്ലേ. അപ്പൊ സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് തന്നെ ഇത് മറ്റു മതക്കാരും ഈ ലൈവ് കാണും.
അപ്പോൾ എന്താവും ഇയാൾ പറയുന്ന വർഗീയതയാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. ഇപ്പൊ ഞാൻ ഈ ഭൂമിയിൽ ഏകദേശം ജനിച്ചിട്ടൊരു 54 വർഷമായി. അപ്പൊ 54 വർഷമായി ഈ പെണ്ണുങ്ങൾ ജനിച്ചിട്ട്, അതായത് 54 വയസ്സായി ഈ പെണ്ണുങ്ങൾക്ക്. ഇത്രയും കാലം മനസ്സിലുള്ള വർഗീയത ഇങ്ങനെ പുറന്തള്ളാതെ എങ്ങനെ മനസ്സിൽ അടക്കി പിടിച്ചു അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പുറന്തള്ളുന്നുണ്ടാവൂടാ. ഇതേപോലെയുള്ള കാറ്റഗറി തന്നെ മറ്റൊരു ആളെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വർഗീയത പറഞ്ഞു കളിക്കാലോ. അതെ, ഈ 54 വർഷവും പേടിക്കാത്ത പേടിയാണ് എനിക്കിപ്പോ വന്നിട്ടുള്ളത്. ഇങ്ങനെ പേടിക്കാനുള്ള കാരണം ലണ്ടനിലെ കലാപം ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ടൈമിലാണ് ഈ പെണ്ണുങ്ങൾ ലൈവ് ഇടുന്നത്. എന്നിട്ട് പറയാണ് എനിക്ക് ഭയങ്കരമായിട്ടുള്ള പേടിയാവുന്നുണ്ട്, എന്നെ അവിടെയുള്ള മുസ്ലിംസ് വന്നിട്ട് വെട്ടിക്കൊല്ലും, എനിക്ക് പേടിയാവുന്നു, എല്ലാവരും കൂടി നിൽക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലൈവ് ഇടുകയാണ്. ഈ അമ്മച്ചിയെ പോലുള്ള ഒരു 10 വർഗീയവാദികളുണ്ടല്ലോ. ലണ്ടൻ എന്ന് പറയുന്ന സ്ഥലത്ത് കലാപം ഉണ്ടായിട്ടില്ലെങ്കിലേ അതിശയുള്ളൂ. ഇതേപോലെയുള്ള 9 എണ്ണം അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും കലാപം ഉണ്ടായത്. ഈ പറയുന്ന എണ്ണങ്ങളുടെ ഒരു തരത്തിലുള്ള ബിസിനസ് സ്ഥാപനങ്ങളിൽ നിങ്ങൾ കയറരുത് കേട്ടാ. മനസ്സിലുള്ള വർഗീയത പുറന്തള്ളത് കേട്ടാ. മുസ്ലിംസിന്റെ സ്ഥാപനങ്ങളിൽ കയറരുത് എന്നാണ് വളഞ്ഞുകൊണ്ട് മുഖ പിടിച്ച് പറഞ്ഞത്. അല്ലോ, ഇവന്മാരൊക്കെ മുസ്ലിംസിന്റെ കടയിൽ കയറിയിട്ടില്ലെങ്കിൽ അവന്മാര് വട്ടിനായി പോലെ. യൂസുഫ് അലിയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഗൈസ്. കേരളത്തിലെ നമ്പർ 1 പൈസക്കാരനാണ് യൂസുഫ് അലി. ആ യൂസുഫ് അലിയുടെ ലുലു മോളിൽ കയറരുത് എന്ന് പറഞ്ഞുകൊണ്ട് 2-3 വാക്കുകൾ വിടുന്നുണ്ട്. അല്ലാണ് മുത്തേ ചിരിച്ചിരിച്ച് മണ്ണ് തിന്നതാ ഞാൻ. നമുക്ക് എന്തായാലും അത് കാണാം. ഒരു യൂസുഫ് അലി കെട്ടി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ഏറ്റവും വലിയ ജിഹാദിയാണ് അവൻ. യൂസുഫ് അലി കേരളത്തിലെ നമ്പർ 1 ജിഹാദിയാണെന്നാണ് പറയുന്നത്. അതോ ഇതല്ലേ എമ്മാതിരി വർഗീയവാദിയായിരിക്കുമല്ലേ. യൂസുഫ് അലി എന്ന് വെച്ചാൽ മറ്റൊരു മതത്തിലുള്ള ആളുകളെ പോലും സഹായിക്കുന്ന ഒരാളാണ്. അയാൾ പോലും ജിഹാദിയാണെന്ന് പറയാൻ കാണിച്ച് ഈ പെണ്ണുങ്ങളുടെ മനസ്സിൽ നമ്മളാരും കാണാതെ പോരുത്. അവൻ കെട്ടിയുണ്ടാക്കിയ അവന്റെ ലുലുമാൾ ഉണ്ടല്ലോ, കുലുമാള്. എന്തുമാള്? കുലുമാള്. യൂസുഫ് അലി കെട്ടി ഉണ്ടാക്കിയ കുലുമാളുണ്ടല്ലോ. ആ കുലുമാളിൽ ആരും കയറരുത് എന്ന് പോലും സംഘികൾക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുകയാണ് ഇതേപോലെയുള്ള തള്ളച്ചികൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇതേപോലത്തെ ഒരു 10 എണ്ണം മതിയുടെ തമാശ പറയുന്നില്ല. ഇവിടെയുള്ള മുസ്ലിംസും ഹിന്ദുക്കളും തമ്മിൽ വർഗീയ കലാപം ഉണ്ടാകും. വേറെ പോണ്ട. ആ കുലുമാളിൽ ഒരു മനുഷ്യൻ പോകരുത്. ഹിന്ദുവായ ഒരു മനുഷ്യനും ആ കുലുമാളിൽ പോകരുത്. പറഞ്ഞത് കേട്ടല്ലോ. ലുലു മാളിൽ പോകരുത്. ഹിന്ദുക്കളാണ് തീരെ പോകരുത്. കാരണം അത് ജിഹാദിയുടെ കമ്പനിയാണ് ലുലു മാള്. അതായത് യൂസുഫ് അലി കേരളത്തിലുള്ള ഏറ്റവും വലിയ ജിഹാദിയാണെന്നൊക്കെ പറഞ്ഞു തന്നില്ലേ. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കും മിത്രങ്ങളെ. നമ്മുടെ മിത്രി സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ. ഇത് ഇപ്പുറത്തല്ലെങ്കിൽ അപ്പുറത്ത് വേറെ ഒന്നുണ്ട്. ഇതൊരു ചാണകമാണ്. ചാണകത്തിന് മാത്രമേ അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ മതത്തിൽപ്പെട്ട ആളുകളുടെ വീഡിയോയിൽ നിന്ന് മാത്രം സാധനം മേടിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവരൊക്കെ വർഗീയവാദികളായിരിക്കും. അതിപ്പോൾ ഏത് മതത്തിലുള്ള ആളുകളാണെങ്കിലും അങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ വർഗീയവാദികൾ തന്നെയാണ്. നിങ്ങളോട് ഞാൻ പറയുന്നു, ഇവന്മാരാണ് തലപ്പത്ത്. ഒരു ഡോക്ടറാണെങ്കിൽ കൂടി നിങ്ങൾ പോവരുത്. ഇങ്ങനെയും ചിന്തിക്കുന്ന ആളുകളുണ്ട് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ. നാണിച്ച് തല താത്തുവിൻ. കാരണം ഇങ്ങനെയും ചിന്തിക്കുന്ന ആളുകളുണ്ടല്ലോ നമ്മുടെ സമൂഹത്തിൽ. അതായത് പെട്ടെന്നൊരു അപകടം സംഭവിച്ചിട്ട് നമ്മളെ ആശുപത്രി കൊണ്ടുപോയി കഴിഞ്ഞാൽ ആശുപത്രിയിലുള്ളത് ഹിന്ദു ഡോക്ടറാണെന്ന് ഉറപ്പുവരുത്തുക എന്നാണ് ഇയാൾ പറഞ്ഞുകൊണ്ട് വന്നത്. ഡോക്ടറാണെങ്കിൽ കൂടി നിങ്ങൾ പോവരുത്. നിങ്ങളെ കെട്ടിയവനും മക്കളൊക്കെ ഉണ്ടാവും വീട്ടിൽ. അവന്മാരോട് പറയാ നമ്മുടെ ആളുകളുടെ ഡോക്ടറെ മാത്രം കാണാമെന്ന്. അല്ലാതെ മറ്റുള്ളവരോട് പറയുന്ന ഒരു മോശപ്പെട്ട പരിപാടിയാണ്. നിങ്ങളുടെ മനസ്സിലുള്ള വർഗീയത എന്തിനിങ്ങനെ പുറന്തള്ളുന്നത്? ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് തൊപ്പിയിട്ട് എന്ത് കാര്യം? ഒന്നും കിട്ടിയില്ല. വർഗീയവാദിയാണെന്ന് നാട്ടുകാർക്ക് മുഴുവനും അറിയാൻ പറ്റും. ഇവന്മാര് മാനേജ് ചെയ്യുന്ന കടകളാണെങ്കിൽ ഒഴിവാക്കണം. ഇവന്മാര് മാനേജ് ചെയ്യുന്ന കടകളാണെങ്കിൽ അത് ഒഴിവാക്കണം എന്ന് മറ്റു മതക്കാർ കൂടിയും വിചാരിച്ചാലോ? നിങ്ങൾ ഈ പറഞ്ഞതുപോലെ തന്നെ മറ്റു മതക്കാരോടും ആരെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് നിങ്ങളെ കടയിൽ കയറൂല എന്ന് മറ്റു മതക്കാരും വിചാരിച്ചു കഴിഞ്ഞാലോ? അല്ലേ? എത്ര വലിയ നഷ്ടമാണത്. പക്ഷേ പച്ചയ്ക്ക് അമ്പലത്തിന്റെ മുമ്പിലിട്ട് കത്തിക്കാനൊക്കെ നീ വരുമ്പോഴ് പണ്ടത്തെ ഹിന്ദുക്കളോ മാറാട് കലാപമോ 1921 അല്ല ഇന്ന്. അപ്പൊ ഒരു കലാപം ഉണ്ടായി കഴിഞ്ഞാൽ സംഘികൾക്ക് പലതും ചെയ്യാൻ പറ്റുമെന്നാണ് സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് വിളിച്ച് പറയുന്നത്. ഈ ഒരു വീഡിയോ പോലീസുകാർ കാണുന്നുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാണുന്നുണ്ടെങ്കിൽ ലണ്ടനിലാണ് ഈ പെണ്ണുങ്ങളുടെ വീട്. എന്താ പറയാ, അവിടെയാണുള്ളത്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇന്ന് കാലം മാറി. എങ്ങനെ കാലം മാറിയാലും ഞങ്ങളുടെ കേരളത്തിന്റെ തലവര മാറ്റാൻ നിങ്ങളെ പോലുള്ള സംഘികൾക്കും സംഘിണികൾക്കും ഒരു ചുക്കും നടക്കൂല. നിങ്ങളീ പറയുന്ന വർഗീയതൊക്കെ പൊട്ടന്മാര് പറയുന്നത് പോലെ ആയിരിക്കും ഇവിടെയുള്ള ആൾക്കാർ വിചാരിച്ചു വെച്ചിട്ടുള്ളത്. അങ്ങനെ തന്നെ വിചാരിക്കുള്ളൂ. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇപ്പൊ ഞാനീ പറയുന്നത് മനസ്സിൽ തട്ടുന്ന ആൾക്കാരുണ്ടാവുന്നു. അങ്ങനെയുള്ള ആൾക്കാർ സംഘികളായിരിക്കും. അല്ലാതെ നോർമലായിട്ട് ചിന്തിക്കുന്ന ഒരാള് നിങ്ങളുടെ വാക്കുകളൊന്നും ഉൾക്കൊള്ളാൻ പോകുന്നില്ല. നിങ്ങളുടെ വാക്കുകൾ ഉൾക്കൊള്ളാൻ പോകുന്ന ആളുകളെന്ന് വെച്ചാൽ അവന്മാർ സംഖ്യകൾ മാത്രമേ ഉണ്ടാവും. അല്ലാതെ നോർമലായിട്ട് ജീവിക്കുന്ന ഒരാൾക്ക് നിങ്ങളുടെ വാക്കുകളൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല. പറയുന്നത് ഫുള്ളായിട്ട് വർഗീയതാണ്. ഇന്നത്തെ ഹിന്ദുക്കള് വേറെയാ. ഇന്ന് നന്നായിട്ട് കാട്ട് പന്നികളെ വെട്ടി നുറുക്കി പോർക്ക് ഫ്രൈ ആക്കിയിട്ട് കഴിക്കാനായിട്ട് ഇന്നത്തെ ഹിന്ദുവിന്റെ റെസിപ്പി നന്നായിട്ട് അറിയാം. ഈ വീഡിയോയുടെ കമന്റ് ബോക്സ് വായിച്ചപ്പോഴാണ് എനിക്ക് ചിരി വന്നത്. പിന്നെ ഈ പെണ്ണുങ്ങൾക്ക് തന്നെ 54 വയസ്സുണ്ട്. ഇയാളെ അമ്മയും അമ്മൂമ്മയും ഒക്കെ വിളിച്ചിട്ടാണ് നിലമ്പോലാക്കിയത്. ഒരു കമന്റ് പോലും സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നിട്ട് ഞാൻ കണ്ടിട്ടില്ല. യൂട്യൂബിൽ ആയതിനെ കൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു. വന്ന കമന്റ് തെറിയാണ്. തെറി വിളിക്കണം എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. ഇതേപോലെ തന്നെ ഒന്നും നേരിട്ട് കാണാൻ പറ്റൂല. ഈ ലണ്ടനിൽ ഏതോ വീട്ടു ജോലിക്കാറ്റാൻ പോയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഉരുണ്ട് കളിക്കുന്ന ഒരു ടീമാണ്. ഇതൊന്നും നാട്ടിൽ വരൂല. നാട്ടിൽ വരേണ്ട ആവശ്യം ഉണ്ടായില്ല. നാട്ടിൽ വന്നാൽ അതിലും വലിയ ദോഷമാണ് ഇവിടെ.